ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ഫെബ്രുവരി 11-ാം തീയതിയാണ് സഭയിൽ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ലൂർദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗേവ് എന്ന് പറയുന്ന ഒരു നദിക്കരയിൽ ബർണദീത്ത എന്ന് പറയുന്ന കൊച്ചു ബാലികയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുറേ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ ഓർമ്മയാണ് ഇന്നേ ഇതിന് നമ്മൾ ആചരിക്കുന്നത്. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ സഭയിൽ രോഗീ ദിനം കൂടിയായിട്ട് ആചരിക്കുന്നുണ്ട്. കാരണം ലൂർദിലെ അത്ഭുത ഉറവയിൽ നിന്നും അതുപോലെ തന്നെ അവിടെയുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് രോഗികൾ സൗഖ്യപ്പെട്ടതിനെ ഓർത്തിട്ടാണ് സഭയിൽ അന്നേ ദിവസം രോഗീ ദിനമായിട്ട് കൂടി ആചരിക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചതായിട്ടും ഒരു രോഗത്തെക്കുറിച്ചാണ്. അതെന്ത് രോഗമാണ്? ഒരു അന്ധതയെക്കുറിച്ചാണ്. ശാരീരികമായിട്ടുള്ള അന്ധതയെക്കുളുപരി ആത്മീയമായിട്ടുള്ള അന്ധതയെക്കുറിച്ച് ഈശോ പറയുകയാണ്. അന്ധതയിൽ നിന്നും സൗഖ്യം ലഭിച്ച ഒരുവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ച് ഈശോയുടെ അടുക്കിലേക്ക് വരികയാണ്. ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, മിസ്സിയ എവിടെയാണ്, ഞാൻ ആരെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ അവനെ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈശോ അദ്ദേഹത്തോട് പറയുകയാണ്, കണ്ണുള്ളവർ കാണാതിരിക്കുകയും കണ്ണില്ലാത്തവർ കാണുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ എന്ന് പറയുന്ന ഒരു വചനഭാഗം നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ആത്മീയ അന്ധത ബാധിച്ചിട്ടുണ്ടോ. അതായത് ദൈവത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാണാതിരിക്കുന്ന ഒരവസ്ഥ, ആത്മീയമായിട്ടുള്ള ഒരു അന്ധത ബാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ദൈവത്തെ കാണാനോ ദൈവത്തെ അനുഭവിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ. ആത്മീയമായിട്ടുള്ള ഒരു അന്ധത ബാധിച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ രോഗീകരണത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ അന്ധതയും അതുപോലെ തന്നെ ശാരീരികമായിട്ട് മറ്റു രോഗങ്ങളും മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും